അതിനിടയിൽ തിരഞ്ഞെടുപ്പ് ചൂടിൽ കോഴിക്കോട്ട് ഒരാൾക്ക് പൊള്ളലേറ്റു. കഠിനമായി പൊള്ളലേറ്റു. സത്യം പറഞ്ഞാൽ കരുവാളിച്ചു പോയി. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ എനിക്ക് ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ജയിക്കാൻ CPIM നടത്തുന്ന വ്യക്തിഹത്യയും പ്രതികാര രാഷ്ട്രീയവും തീർത്തും ഒരു വേട്ടയാടലായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഒളിക്യാമറ ഓപ്പറേഷനിൽ പെട്ടുപോയതാണ് തിരക്കഥ. വളരെ ബോധപൂർവം ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇത്. അഡ്വക്കേറ്റ് T സിദ്ദീഖ് അടുത്ത കാലത്ത് പറഞ്ഞതിൽ 100% സത്യസന്ധമായ വാക്കുകളാണിത്. ബോധപൂർവം ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തിട്ടേ ഒളിക്യാമറ ഓപ്പറേഷൻ നടത്താറുള്ളൂ. ഒരു പറ്റം CPM-ന്റെ സൈബർ മേഖലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ MP കള്ളനാണ്, അഴിമതി പണവുമായി വിദേശത്ത് കറങ്ങി നടന്ന് കോൺഗ്രസിലേക്ക് ആളെ കൂട്ടുന്നു. ഓരോന്ന് MK രാഘവൻ 5 കോടി തട്ടി. ഇതെല്ലാം CPIM അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതായിരിക്കുന്ന സാധനങ്ങളാണ്. ഞങ്ങൾ ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു അടിസ്ഥാനം ശ്രീ പിണറായി വിജയനെയും കോടിയേരിയെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു മനുഷ്യനെ കിടന്ന് വേട്ടയാടുക. എന്താ അദ്ദേഹത്തിന് പൊതുജീവിതം നടത്തണ്ടേ? അദ്ദേഹത്തിന് കുടുംബമില്ലേ? അദ്ദേഹത്തിന് ബന്ധങ്ങളില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരാളെ ഇങ്ങനെ തകർക്കാവോ? ഈ രീതിയിൽ അപമാനം വരുത്താൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കാം. അതിനൊരൊറ്റ ഉത്തരമുണ്ട്. ഒരു മഹാൻ പണ്ടേ പറഞ്ഞു വെച്ചതാണ്, സൽകീർത്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് കരുതുന്നവർ അത് കാത്തു സൂക്ഷിക്കാനുള്ള നടപടിയും എടുക്കേണ്ടതാണ് എന്ന്. പറഞ്ഞയാളുടെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല, പിന്നൊരിക്കൽ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം തെരഞ്ഞെടുപ്പ് ചൂടിൽ പൊള്ളലേൽക്കാതിരിക്കാനുള്ള വഴി കാണിച്ചു തരാം. സ്നേഹമുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഈ നട്ടുച്ചയ്ക്ക് വളരെ നീണ്ട പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പരിസ്ഥിതിക്ക് യോജിച്ച വിധം പ്രചാരണം നടത്തുന്നത് എങ്ങനെയാണെന്ന് എല്ലാ സ്ഥാനാർത്ഥികളും MB രാജേഷിനെ കണ്ട് പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്മാറുകയാണ്. നന്ദി, നമസ്കാരം.